ഒരു സെക്കൻഡ് ഹാൻഡ് ഓൾട്ടോ 800 കാർ മേടിച്ചു. ഞാൻ ഈ വീഡിയോയിലൂടെ അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ എന്തുകൊണ്ട് ഈ കാർ മേടിച്ചു, എത്ര രൂപയ്ക്കാണ് മേടിച്ചത്, എവിടെ നിന്നാണ് മേടിച്ചത്, ഏതാണ് മോഡൽ, പിന്നെ ഒരു 500 കിലോമീറ്റർ ഞാൻ മേടിച്ചതിന് ശേഷം ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു യൂസർ റിവ്യൂ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഈ ഓൾട്ടോ 800 കാറ് മേടിക്കാനുള്ള കാരണം എനിക്കൊരു ചെറിയൊരു കോമ്പാക്റ്റ് വണ്ടി വേണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. മെയിനായിട്ട് മൈലേജ് ഒരു കൺസേൺ ആയിരുന്നു, പിന്നെ സിറ്റി യൂസ്, ഈസി ടു പാർക്കിംഗ്, അങ്ങനെ അതായിരുന്നു എൻ്റെ മെയിൻ ഉദ്ദേശം. അപ്പോൾ ഇനിഷ്യലി ഞാൻ നോക്കിയിരുന്നത് നാനോ കാറായിരുന്നു. എൻ്റെ ഒരു ബഡ്ജറ്റ് ഒരു 1 lakh താഴെയായിരുന്നു. അതുകൊണ്ട് നാനോ കാറായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. പിന്നെ ഞാൻ എൻ്റെ ബഡ്ജറ്റ് ഒരു ഫ്ലെക്സിബിൾ ബഡ്ജറ്റാക്കി മാറ്റി. കാരണം നമ്മൾ ഒരു 3 lakh ഓളം ബഡ്ജറ്റ് ഞാൻ ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ഈ നാനോ കാറിന് കുഴപ്പമൊന്നുമില്ല, നല്ല മൈലേജും കിട്ടും. പക്ഷേ ഞാൻ കൂടുതൽ അന്വേഷിച്ചപ്പോൾ ഈ നാനോ കാറ് നമ്മൾ ചില പാർട്സുകളൊക്കെ കിട്ടും. പക്ഷേ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ പാർട്സുകൾ കിട്ടാൻ വേണ്ടി ചിലപ്പോൾ കുറച്ച് ആഴ്ചകൾ, ഒരുപക്ഷെ 1-2 മാസം വെയിറ്റ് ചെയ്യേണ്ട ഇതൊക്കെ ഉണ്ടാവും. അങ്ങനെ ഞാൻ കേട്ടു, എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരാണെങ്കിൽ. അപ്പോൾ ഞാൻ പിന്നെ കൂടുതൽ റിസ്ക് എടുക്കേണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഓൾട്ടോ കുറച്ചുകൂടി മാർക്കറ്റിൽ സുലഭമായിട്ട് പാർട്സുകളൊക്കെ അവൈലബിൾ ആയിട്ടുള്ള കാറുകൾ, അതായത് ഇപ്പോഴും പ്രൊഡക്ഷൻ അല്ലെങ്കിൽ മാർക്കറ്റിൽ സ്പെയർ പാർട്സൊക്കെ അവൈലബിൾ ആയിട്ടുള്ള കാറുകൾ മേടിക്കുന്നതിന് തീരുമാനിച്ചു. അപ്പോൾ ഒരുപാട് കാറുകൾ ഇതുപോലെ 800cc റേഞ്ചിലുണ്ടായിരുന്നു, നാനോ കാറും ആൾട്ടോ കാറും കൂടാതെ ഇയോൺ, പിന്നെ ഡാറ്റ്സൺ, റെഡിഗോ, പിന്നെ അങ്ങനെ ക്വിഡ്, അങ്ങനെയുള്ള ഒരുപാട് മോഡൽസ് ഉണ്ടെങ്കിലും ഞാൻ ഒരുപാട് ദിവസങ്ങൾ റിസർച്ച് നടത്തിയതിന് ശേഷം ഞാൻ ആൾട്ടോ എടുക്കാനുള്ള കാരണം, ഞാൻ ആൾട്ടോ കാർ എടുത്തു എന്ന് വിചാരിച്ചിട്ട് ആൾട്ടോ കാർ നല്ല ഓപ്ഷനാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എൻ്റെ റിക്വയർമെൻറ്റ്സിന് ആൾട്ടോ കാർ മതിയായിരുന്നു. കാരണം എൻ്റെ മെയിൻ ആയിട്ടുള്ള എൻ്റെ റിക്വയർമെൻറ്റ് എന്ന് വെച്ചാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മൈലേജ് വേണമായിരുന്നു. പിന്നെ സർവീസ് കോസ്റ്റ് മിനിമലായിരിക്കണം, പിന്നെ കുറച്ച് കോമ്പാക്റ്റ് ആയിരിക്കണം, സിറ്റി യൂസിന് നല്ലതായിരിക്കണം, പിന്നെ ഈ പറഞ്ഞ പോലെ സ്പെയർ പാർട്സിൻ്റെ അവൈലബിലിറ്റി ഉണ്ടായിരിക്കണം. പിന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും കയ്യിൽ നിന്ന് ഒഴിവാക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അത് വിൽക്കാൻ സാധിക്കണം. അപ്പോൾ ഇങ്ങനെ എല്ലാം കൂടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ അതിന് 2 വണ്ടിയായിരുന്നു നല്ലത്. ഒന്ന് ഹുണ്ടായ് ഇയോണും പിന്നെ ആൾട്ടോ 800. അപ്പോൾ ഹുണ്ടായ് ഇയോൺ ആയിരുന്നു എനിക്ക് ആൾട്ടോ 800നേക്കാളും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പക്ഷേ കൂടുതൽ പേര് പറയുന്നൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പവറിൽ ആൾട്ടോ 800 ആണ് നല്ലത്. പക്ഷേ വണ്ടി ഓടിക്കാനുള്ള കംഫർട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇയോണാണ് നല്ലത്. പക്ഷേ AC ഇടുമ്പോൾ ഇയോണിൽ ഒരുപാട് പവർ ലോസ് സംഭവിക്കുന്നു. പിന്നെ മൈലേജ് വിത്ത് AC, ഞാൻ ഓൾവേസ് AC ഇട്ട് മാത്രമേ കാർ ഓടിക്കാറുള്ളൂ. അപ്പോൾ ഇയോണിൽ AC ഇട്ട് കഴിഞ്ഞാൽ പവറും പിന്നെ മൈലേജിലും വളരെ രീതിയിലുള്ള ഡ്രോപ്പ് ഉണ്ടാകുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ തീരുമാനിച്ചു ഓൾട്ടോ 800 എടുക്കാം. ഇതിപ്പോൾ നമുക്ക് മെയിൻ്റനൻസ് വളരെ ചീപ്പാണ്. പിന്നെ എപ്പോൾ വേണമെങ്കിലും നമ്മൾ വിൽക്കാൻ ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ നമുക്കത് സെല്ലാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഓൾട്ടോ 800 കാർ എടുക്കാനുള്ള മെയിൻ റീസൺ. ഇനി ഞാനിത് എവിടെ നിന്ന് എടുത്തു, ഏതാണ് മോഡൽ, പിന്നെ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നതാണ് ഞാൻ മേടിച്ച യൂസ്ഡ് ആൾട്ടോ 800 കാറ്. ഇത് 2019 മോഡലാണ്, LXi മോഡലാണ്. 2019 2 മോഡൽസ് ഉണ്ടായിരുന്നു. ഇത് 2019 പഴയ മോഡലാണ്, അതായത് ജൂണിൽ മുമ്പുള്ള മോഡലായിരുന്നു. അതായത് 2016, 17, 18, 19 ആ ഒരു റേഞ്ച് വരുന്ന മോഡലാണ്. ഇത് മാനുഫാക്ചേർഡ് 2019 തന്നെ, LXi വേരിയൻ്റാണ്. ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ്. പക്ഷേ സിംഗിൾ ഓണർ ആണെങ്കിലും ഇത് ഒരുപാട് ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. ഒരു 83,000 കിലോമീറ്റർ ഫസ്റ്റ് ഓണർ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് മേടിച്ചത് ട്രൂ വാല്യൂ എന്നാണ്, മാരുതി ട്രൂ വാല്യൂ. വണ്ടിയുടെ കണ്ടീഷൻ ഞാനത് മേടിച്ചപ്പോൾ നോക്കിയപ്പോൾ ഫസ്റ്റ് ഓണർ അത്ര നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള കാറൊന്നുമല്ല. കാരണം 83,000 കിലോമീറ്റർ യൂസ് ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ അത്യാവശ്യം
വളരെ ഒരു രീതിയിൽ റഫ് യൂസ് ചെയ്തിട്ടുള്ളൊരു വണ്ടിയായിട്ട് എനിക്ക് തോന്നി. എന്നാലും പിന്നെ ഇവർ ട്രൂ വാല്യൂക്കാർ ഇതിന് 6 മാസത്തെ വാറൻറ്റിയും 3 ഫ്രീ സർവീസും അവർ തരുന്നുണ്ട്. പിന്നെ വണ്ടി ഡെലിവറി ചെയ്യുമ്പോൾ തന്നെ അതിനുണ്ടായിരുന്ന പല കംപ്ലൈൻറ്റുകളും അവർ മാറ്റി തന്നു. കാരണം ക്ലച്ച് ഓൾമോസ്റ്റ് പോയിട്ടുണ്ടായിരുന്നു. ക്ലച്ചൊക്കെ അവർ പുതിയ ക്ലച്ച് റീപ്ലേസ് ചെയ്ത് തന്നു. പിന്നെ 2 പുതിയ ടയേഴ്സ് ഇട്ട് തന്നു. പിന്നെ ഇൻഷുറൻസ് അവർ പുതിയ ഇൻഷുറൻസ് ഞാൻ വണ്ടി ഡെലിവറി എടുത്ത് അന്ന് തന്നെ റിന്യൂ ചെയ്ത് തന്നു. പിന്നെ അതുകൊണ്ട് പിന്നെ ഞാൻ ഈ വണ്ടി കുഴപ്പമില്ല എടുക്കാൻ തീരുമാനിച്ചു. ഇത് ട്രൂ വാല്യൂന്ന് എടുക്കുന്ന കാര്യം നമുക്കൊരു മനസ്സമാധാനമുണ്ട്. കാരണം എന്തെങ്കിലും കംപ്ലൈൻറ്റ് നമ്മൾ റണ്ണിങ്ങിൽ ഉണ്ടായി കഴിഞ്ഞാൽ 6 മാസം വാറൻറ്റി ഉള്ള കാരണം ഇത് നമ്മളെപ്പോൾ കൊണ്ടുപോയി കഴിഞ്ഞാലും തേയ്മാനം ഉണ്ടാവാത്ത പാർട്സ് ആണെങ്കിൽ, അതായത് ഈ ടയർ അങ്ങനെയുള്ള ഭാഗങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാത്തിനും വാറൻറ്റി അവൈലബിൾ ആണ്. അത് നമുക്ക് കംപ്ലീറ്റ് റീപ്ലേസ് ചെയ്ത് കിട്ടും. അതുകൊണ്ട് ഞാൻ കൂടുതൽ ചിന്തിക്കാണ്ട് തന്നെ ഈ വണ്ടി എടുക്കാൻ തീരുമാനിച്ചു. ഇത് 2.95 2,95,000 രൂപയാണ് അവർ ആസ്കിങ് പ്രൈസ് പറഞ്ഞത്. പിന്നെ ഒരുപാട് നെഗോഷിയേറ്റ് ചെയ്തിട്ട് ഞാൻ 2,70,000 രൂപയ്ക്കാണ് സിംഗിൾ ഓണർ 83,000 റൺ ചെയ്തിട്ടുള്ള ഈ വണ്ടി ഞാൻ എടുക്കുന്നത്. ഒരു പക്ഷേ മാർക്കറ്റ് റേറ്റിനേക്കാളും കുറച്ച് കൂടുതലായിരിക്കാം, പക്ഷേ എനിക്കത് കുഴപ്പമായിട്ട് തോന്നുന്നില്ല. ഒരു 10,000-10,000 രൂപ ഒരു പക്ഷേ ഞാൻ മാർക്കറ്റ് റേറ്റിനേക്കാളും കൂടുതൽ കൊടുത്തെങ്കിലും 6 മാസം വാറൻറ്റിയും പിന്നെ 3 ഫ്രീ സർവീസും ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്ന കാരണം, പിന്നെ പുതിയ 2 ടയർ ഇട്ട് തന്നു, ക്ലച്ച് മാറ്റി തന്നു. പിന്നെ ഇത് ഈ പുതിയ ഇൻഷുറൻസ് അവർ ഞാൻ ഡെലിവറി ചെയ്ത ദിവസം തന്നെ എടുത്തു തന്ന കാരണം ഈ 2,70,000 രൂപയ്ക്ക് ഈ വണ്ടി കിട്ടിയതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പം നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യാൻ. ഈ 2,70,000 രൂപ 2019 LXi മോഡൽ കാറിന് കൂടുതലാണോ എന്നുള്ളത്. പിന്നെ ഓൾട്ടോയെ കാരണം മെയിൻ്റനൻസ് വളരെ കുറവായിരിക്കും. പിന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും അത് കയ്യിൽ നിന്ന് ഒഴിവാക്കണം തോന്നിക്കഴിഞ്ഞാൽ ഓയിൽ എക്സിലിട്ട് കഴിഞ്ഞാൽ